ിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് വീഡിയോ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്നലെ നമ്മുടെ പിണ്ടിയുടെയൊക്കെ ആയിരുന്നല്ലോ. ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേ ഞാൻ 2 ദിവസം കാത്തു. ഇന്നലെ മെനങ്ങാത്ത വെള്ളം എന്തായാലും ഇത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. 2ാമത്തെ ദിവസം ആയ വെള്ളമാണ് എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കഞ്ഞിവെള്ളമാണേ. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസം ആയ കഞ്ഞിവെള്ളം. അപ്പോഴും നിങ്ങൾ ഇനി അങ്ങനെയുള്ള കഞ്ഞിവെള്ളം ഒന്നും കളയരുത്. ഞാനിത് സൂക്ഷിച്ച് വെച്ചത് 2ാമത്തെ ദിവസമായപ്പോൾ സൂക്ഷിച്ച് വെച്ചത്. അപ്പോഴേ കൊറിയക്കാരൊക്കെ ഇതേ കഞ്ഞിവെള്ളം അന്നും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതൊരു വീഡിയോ കണ്ടതാണ്. 2ാമത്തെ ദിവസമായ കഞ്ഞിവെള്ളം വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് മുഖമൊക്കെ സുന്ദരമാക്കാം കേട്ടോ. അപ്പോഴേ ഈ കണ്ടോ, നല്ല കഞ്ഞിവെള്ളമാണ്. ഇതാണ് സുപ്പ് എടുത്തു വെച്ച് 2 ദിവസം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നത് കേട്ടോ. ഇത് കളയാതെ നമ്മുടെ സരസുവിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോഴും അടിപൊളി ഗ്ലാസ് സ്കിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ കൊറിയക്കാരുടെ ഗ്ലാസ് സ്കിന്ന് നമുക്കും വേണമല്ലോ. അവർ മാത്രം ഗ്ലാസ് സ്കിന്നും കൊണ്ടൊക്കെ നടന്നാൽ മതിയോ? നമുക്കും വേണ്ടി ഗ്ലാസ് സ്കിന്ന്. അപ്പോഴേ ഞാൻ നേരത്തെ കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ദിവസമായ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോഴേ സൂക്ഷിച്ച് വെച്ചതാണ്. ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂക്ഷിച്ച് വെച്ചതാണ്. അത്ര വെള്ളത്തില്ലല്ലോ. അപ്പോഴേ നിങ്ങളും ചെയ്ത് നോക്കണം. 2ാമത്തെ ദിവസമായ കഞ്ഞിവെള്ളം ഒന്നും എടുത്ത് കളയണ്ട. നിങ്ങളും ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോഴേ കഞ്ഞിവെള്ളം വെച്ച് നമുക്കിന്ന് ചെയ്യാം. കിട്ടുവാണ് കേട്ടോ. ചിലർ വിചാരിക്കും വെറുതെ പറയുന്നതാണ്, പക്ഷെ അടിപൊളിയാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ, നമുക്ക് അപ്പോഴത് മനസ്സിലാവും കേട്ടോ. ഞാനിത് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവുമല്ലോ. എപ്പോഴും ഉള്ള നമ്മുടെ സ്കിന്നിൻ്റെ ഇതും നമുക്ക് ഇത് ചെയ്തിട്ടുള്ള സ്കിന്നും നമുക്ക് മനസ്സിലാവും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് നല്ല കട്ട കഞ്ഞിവെള്ളമാണ്. അതിൻ്റെ ഇങ്ങനെ മുഖം നന്നായിട്ട് കഴുകണം. മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി മാറ്റിക്കോണം കേട്ടോ. ഇപ്പോൾ സുപ്പ് വന്ന മേക്കപ്പൊന്നും ഇല്ലാതെയാണ് മുഖം കഴുകിയിട്ട് വന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ, കാറ്റ് 2 ദിവസം കൊണ്ട് ഭയങ്കരമായ കാറ്റ്. അപ്പോഴതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യണം. നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഈ സുപ്പ് കാണിക്കുന്ന കിടുക്കാച്ചി വിദ്യകൾ നിങ്ങൾ ചെയ്യണം. വെറുതെ അല്ല ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ ചെയ്ത് നല്ല സുന്ദരന്മാരും ആവാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത രഹസ്യങ്ങൾ എന്തുമാത്രം നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്ട് നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല. അതേ പൈസ കൊടുക്കാതെ ഇവിടെ കഞ്ഞിവെള്ളമൊക്കെ അടിച്ചു മാറ്റി ഇവിടെ 2 ദിവസം പുളിപ്പിച്ചിട്ട് മുഖത്തൊക്കെ തേക്കാൻ പോകുന്നത്. ഇതൊക്കെ ആര് പറഞ്ഞു തരും നിങ്ങൾക്ക്? ഞാനല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു തരുമോ? അപ്പോൾ ഇനി കഞ്ഞിവെള്ളവും കാടിവെള്ളവും ഒന്നും കളയണ്ട. എല്ലാം നമുക്കിത് ഇതുപോലെ സുന്ദരന്മാരും ആവാം കേട്ടോ. അപ്പോഴിതേ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ഞിയോ അല്ല കോട്ടൺ തുണിയോ ഒക്കെ എടുത്തോ. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തളം കെട്ടി നിർത്താനൊന്നും ഒക്കത്തില്ല. ഇത് സ്പ്രേ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ മുഖത്ത്. ഇതിപ്പം വൈകിട്ടായി കേട്ടോ. അപ്പോഴും ഇന്നലെ രാവിലത്തെ വെള്ളം ഇന്ന് രാവിലെയായി, ഇന്നിപ്പം വൈകിട്ടായി. അപ്പോൾ 2 ദിവസം ഇരുന്നില്ലേ. ഇന്നാളെ ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ വേറെ എന്തോ ചെയ്തപ്പോഴും ചോദിച്ചായിരുന്നു. ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എൻ്റെ പൊന്നു മക്കളെ. നമ്മുടെ വീടുകളിൽ നിന്നും ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഉപ്പിടത്തില്ല. സത്യമാണ് ചോദിച്ചത്. ചിലയിടത്തൊക്കെ ചോറിനകത്ത് അമ്മച്ചിമാർക്ക് ഉപ്പിട്ടേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവർ മരുമക്കളുടെ അടുത്ത് സ്റ്റണ്ട് ഉണ്ടാക്കും. നമ്മുടെ സരസു പാവമായതുകൊണ്ട് സരസുവിന് അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ്. ഇത് നിങ്ങളൊരു 15 മിനിറ്റ് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് കേട്ടോ. ഇങ്ങനെ തേക്കണം, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. 15 മിനിറ്റൊക്കെ നമ്മുടെ പുളിയില്ല പിള്ളേരെ, പുളിയില്ല കേട്ടോ. വലിയ പുളിയൊന്നുമില്ല, വെച്ച് പുളിയുണ്ടത് ഞാൻ അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നത് കേട്ടോ. അതാ ഇത്ര ഇതായിട്ട് ഞാൻ രുചിച്ച് നോക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് ചെയ്യാം. ഇത് വെള്ളച്ചോറിൻ്റെ കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുക. സുപ്പ് ഗ്യാരണ്ടി നിൽക്കുന്നു. നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കെ ഇത് നമുക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളിത് തുടച്ച് മാറ്റിയാൽ മതി. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നിങ്ങൾ. ഇനി എന്നും വെള്ളമൊന്നും എടുത്ത് കളയണ്ട കേട്ടോ. അന്നുള്ള വെള്ളമാണെങ്കിലും എടുത്ത് കളയാതെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കും. അന്നെങ്കിലും സ്പ്രേ ഒക്കെ ചെയ്യുക. അടിപൊളിയാണ് കേട്ടോ.
ഞാനിത് ഇച്ചിരി നേരം ഒന്ന് ഫ്രിഡ്ജിലും എടുത്ത് വെച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് നമുക്ക് നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ. വെള്ളമല്ലേ, അത് അങ്ങനെ അങ്ങ് ഇരിക്കത്തില്ല. എന്നാലും കട്ടക്കഞ്ഞിവെള്ളം ആയതുകൊണ്ട് ഇച്ചിരി നേരമൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് നല്ല നമ്മൾ എന്തുമാത്രം വെള്ളവും കാടിയൊക്കെ കളഞ്ഞ് ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. വിഷമം കളയണ്ടായിരുന്നു കാടിവെള്ളമൊന്നും അല്ലേ, എന്തെല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പ് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളും ചെയ്യണം. നന്നായിട്ടിങ്ങനെ അങ്ങ് പിടിപ്പിക്കണം. രാവിലെയോ വൈകിട്ടോ ഒക്കെ നമുക്കിത് ചെയ്യാൻ കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ആരാടേ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഇച്ചിരി കട്ടിയായിട്ടിരിക്കുക, എന്നാലും നമുക്ക് അങ്ങനെ കട്ടിക്ക് ഇത് വെക്കാനൊക്കത്തില്ല. ഇത് ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ പിടിപ്പിച്ച് 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാൻ നോക്കണം കേട്ടോ. 15 മിനിറ്റ് നിങ്ങളിങ്ങനെ ഇരിക്കാൻ നോക്കും. അപ്പോൾ ഞാൻ ഇരുന്നിട്ടൊക്കെ വരാം. കഴുകി കാണിക്കണോ? 15 മിനിറ്റ് ഇരുന്ന് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇടാം കേട്ടോ. മറ്റേ പായ്ക്കളൊന്നും കണ്ണിൻ്റെ ഇവിടെ ഒന്നും ഞാൻ ഇടത്തില്ല. ഇതൊക്കെ നല്ല തണുപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരു വൈറ്റമിൻ ഇ ഗുളികയും കൂടെ ഇടാൻ കേട്ടോ. ഒരു കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വെറുതെ കഞ്ഞിവെള്ളം ഞാൻ തണുപ്പിച്ച് 2 ദിവസം വെച്ചിരുന്ന് കട്ടയാക്കി കേട്ടോ. അടിപൊളിയാണ്. നല്ലൊരു ഇതാട്ടോ, നല്ലൊരിതാണ്. പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കാം. ഈ സുപ്പ് പറഞ്ഞത് വിശ്വാസമല്ല, ഈ കള്ളി സുപ്പ് പറയുന്നത് വിശ്വാസമല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ വേറെ എന്താ പറയണം? ഇതൊക്കെ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾ ഈ പെണ്ണ് കള്ളത്തരം പറയുകയാണ്. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ടല്ലേ ഇതിൻ്റെ ഗുഡൻസൊക്കെ മനസ്സിലാകത്തുള്ളൂ. എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത കുറേ കൂട്ടുകാരുണ്ട് എനിക്ക്. ഞാനിനിയും കളയത്തില്ല കഞ്ഞിവെള്ളം, നിങ്ങൾ നോക്കിക്കും. ഞാനിനിയും കളയുന്ന പ്രശ്നമേ ഇല്ല. സരസ്വനും കൊടുക്കത്തില്ല, കറിവേപ്പിനും മുട്ടിയൊന്നും ഒഴിക്കാൻ. ഞാൻ പറയും എനിക്ക് മുഖത്ത് തയ്ക്കില്ല. ഇത് അങ്ങനെ നമ്മൾ തേച്ച് ഇനി ഞാൻ ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. കാറ്റൊക്കെ ഉള്ളത് കൊണ്ടൊന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഇതാവും കേട്ടോ. പിന്നെ വരാം. എനിക്ക് മതിയാവുന്നില്ല, അത്രയ്ക്ക് സുഖമുണ്ട് കേട്ടോ. തണുപ്പ് കൊണ്ട് നല്ല ഒരിത് നമുക്ക് മതിയാവത്തില്ല കേട്ടോ. ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് കേട്ടോ. അപ്പോഴതാ നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ തൂത്ത് ഒരു 5-10 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇത് തേച്ച് ഇങ്ങനെ മസാജ് ചെയ്തു കേട്ടോ. മസാജ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ട് നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് വന്നു. ഇനി നമുക്ക് നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് തേച്ച് പിടിപ്പിച്ച് ചെറുതായിട്ട് ഇത് 2 കൈ കൊണ്ടും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതാണ്, മസാജ് ചെയ്ത് കൊടുത്താൽ മതി. 10 മിനിറ്റ് 5 മിനിറ്റ് ഇങ്ങനെ ആദ്യം തേച്ചിട്ട് പിന്നെ 5 മിനിറ്റ് ഉണ്ടല്ലോ, 10-10-നകത്ത് ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ, ആ 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യണം. പിന്നെ 5 മിനിറ്റ് നമ്മൾ ഇത് ഉണങ്ങാൻ വിടുക. എന്നിട്ട് ഇപ്പം നമുക്കൊരു 15 മിനിറ്റായി. അപ്പോഴും നമുക്കിനി തുടയ്ക്കാം കേട്ടോ. തുടച്ചിട്ട് വരാം. നന്നായിട്ട് ഇങ്ങനെ ഒക്കെ മസാജ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മുഴുക്കുന്നില്ല. പിന്നെ വീണ്ടും തേക്കാനൊക്കെ കൊതി വരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു സമയം കഴിഞ്ഞു പോകണ്ട. എന്തായാലും 15 മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് തുടയ്ക്കാം. ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വന്നു. തുടച്ച് മാറ്റാം. എളുപ്പമാണ് കേട്ടോ കഞ്ഞിവെള്ളമൊക്കെ. എന്നാലും ഇച്ചിരി ഒരു ഇതുണ്ട്. നന്നായിട്ട് തുടച്ച് മാറ്റണം. നിങ്ങൾ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേ. നല്ലതാണ് കേട്ടോ. നല്ല വ്യത്യാസം നമുക്ക് കിട്ടും.
അപ്പോൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ഇതും വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. കാറ്റായതുകൊണ്ട് ഞാൻ അകത്ത് കയറിയിരുന്നിട്ട് കേട്ടോ. ഇത് കിട്ടുവാണ് കേട്ടോ, കിട്ടുവാണ് കഞ്ഞിവെള്ളം തണുത്തത്. 2 ദിവസം ആയുള്ള കഞ്ഞിവെള്ളം തണുപ്പിച്ച് അടിപൊളിയാണ് മുഖത്ത് തേക്കാൻ. നിങ്ങൾ ചെയ്ത് നോക്കേ, അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ. എനിക്ക് സത്യം പറഞ്ഞ് ഇത് തേച്ചിട്ട് മുഴുത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേ. പൈസയില്ല, അതൊക്കെ നമുക്ക് പൈസ കൊടുത്താണല്ലോ അരി വാങ്ങിക്കുന്നത്, അത് വേറെ സത്യം. എന്നാലും കഞ്ഞിവെള്ളത്തിന് നമ്മൾ പൈസ കൊടുക്കുന്നില്ല. അപ്പോഴാ കൊറിയക്കാർ സുന്ദരിമാർ മാത്രം അങ്ങനെ നടന്നാൽ മതി. നമുക്ക് ഇവിടെ കൊറിയക്കാരാണെന്ന് പറയാം, നമുക്ക് ഇവിടെ നടക്കണം ഗ്ലാസ് സ്കിന്നും കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ആയില്ലേലും കേട്ടോ, അങ്ങനെയൊന്നും ആയില്ലേലും നമുക്കും നമ്മുടെ മുഖവും സ്കിന്നും ഒക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നമ്മൾ ആ മസാജൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ സ്കിന്നൊക്കെ സോഫ്റ്റായി, നല്ല തണുപ്പൊക്കെ ഇപ്പോഴും ഉണ്ട് മുഖത്ത് കേട്ടോ. ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളത്തിൻ്റെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ പറയണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സുപ്പുവിനെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.